ഹലോ ഗൈസ്, എൻ്റെ ബ്ലോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ പട്ടായയിലുള്ള ടൈഗർ പാർക്കിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ബൈക്കിനും കാറിനും പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഗ്രൗണ്ട് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ടൈഗർ പാർക്കിൻ്റെ അകത്തേക്ക് കയറാം. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറാൻ. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്കിവിടെ സൊവനീഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പാക്കേജ് വന്നിട്ട് വലിയ ടൈഗറിന് 690 ബാത്തും ചെറുതിന് 690, ഏറ്റവും ചെറുതിന് 590 ബാത്തൊക്കെയാണ്. പിന്നെ നമുക്ക് 4 ടയറിന് തൊടയാണെങ്കിൽ 2200 ബാത്ത് നമുക്ക് അവിടെ ആകുന്നതായിരിക്കും. ഇനി ടൈഗർ പാർക്കിൻ്റെ അകത്ത് തന്നെ നമുക്കിവിടെ ഈ ടൈഗർ സഫാരി എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്തിരുന്ന് ടൈഗറൊക്കെ വെളിയിൽ പോകുന്ന ആ ഒരു കാഴ്ചയുണ്ട്. അതിന് 390 ബാത്താണ്. ഈ 4 ടയറിന് അവന് 2200 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പി ഏതാണ്ട് 5000 രൂപ അടുപ്പിച്ച് നമുക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ അകത്ത് കയറുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ഫോട്ടോ സെക്ഷനും പിന്നെ ഒരു കഫറ്റീരിയ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കാണുന്ന ഒരു ചെറിയ ഒരു കടുവയുടെ ഒരു സെക്ഷനാണ്. നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും നമ്മളെ ചെരുപ്പും ബാഗൊക്കെ നമ്മൾ ഈ ലോക്കറിൽ വെച്ചിട്ടാണ് അകത്തേക്ക് കയറാൻ. ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും ഒരു ഫാമിലി അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ചെറിയ കടുവയറ്റിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ചെറുതാണെങ്കിലും അതിനെ കാണുമ്പോൾ തന്നെ ചെറിയൊരു പേടിയൊക്കെ നമുക്കുള്ളിൽ തോന്നും. പിന്നെ ആ ഫോട്ടോ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇവിടെ നിന്നൊക്കെ അവർ ഇതേപോലെ ഒരു റാൻഡമായിട്ട് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മൊബൈലിലല്ലാതെ DSLR അവർ എടുത്തു തരും. അതൊക്കെ നമ്മൾ വെളിയിൽ ചെല്ലുമ്പോഴത്തേക്കും അവരൊരു ഫ്രെയിം ചെയ്ത് നമുക്ക് തരും. അതിന് 330 ബാത്തായിരിക്കും ആവുന്നത് ഒരു ഫ്രെയിമിന്. അവർ 2-3 ഫ്രെയിം അവർ ചെയ്ത് വെച്ചേക്കും. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു ചെറിയ കടുവേനെ തൊട്ടതിന് ശേഷം കുറച്ചും കൂടെ വലിയ കടുവേനെ തൊടാനായിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇവിടെ ആണെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു കടുവയാണ്. പക്ഷേ അവർ നല്ല രീതിയിൽ അവർ ഫോട്ടോസും വീഡിയോസൊക്കെ അവർ എടുത്തു തരുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചെറിയൊരു ടിപ്പായിട്ട് ഒരു 20 ബാത്തോ ഒരു 30 ബാത്തൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു ചെറിയ സന്തോഷമായിരിക്കും. പട്ടായയിലുള്ള ഈ ടൈഗർ പാർക്ക് എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇവിടെ വർക്കിംഗ് ആയിരിക്കും. ഇവിടെ എത്താനുള്ള ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോയത് ഒരു ബിഗ് ടൈഗറിൻ്റെ അങ്ങോട്ടേക്കാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെ അവർ നല്ല രീതിയിൽ ഒരു ഫോറസ്റ്റ് രീതിയിൽ അവർ ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബിഗ് ടൈഗറിൻ്റെ അവിടെ നമുക്ക് ഇതേപോലെ ബാഗൊക്കെ അവിടെ ലോക്കറിൽ വെച്ചിട്ടാണ് അകത്തേക്ക് കയറുക. പിന്നെ ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് ഈ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം. കോളിംഗ് ഇതിൻ്റെ അകത്ത് അലൗഡ് അല്ല. ഇതാണ് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ടൈഗർ ഇതാണ്. നമുക്ക് ഇതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഇതിൻ്റെ ഗർജനമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അതിൻ്റെ അവർ നല്ല രീതിയിൽ ഫോട്ടോസ് വീഡിയോസൊക്കെ അവർ എടുത്തുതരും. ചിലയിടത്തൊക്കെ അവർ ഫോട്ടോസ് എടുത്തു തരുള്ളൂ. പിന്നെ വീഡിയോസ് എടുക്കണമെങ്കിൽ നമുക്ക് അവർ ടിപ്പ് കൊടുക്കേണ്ടതായിരിക്കും. ഇതിൻ്റെ ഗർജനം കേട്ടപ്പോൾ തന്നെ ആദ്യം പേടിച്ച് പിന്നെ അവർ വാല പിടിക്കാനൊക്കെ പറഞ്ഞ് അവരെന്നെ ഇൻസ്ട്രക്ഷൻ തന്നു. നല്ല കിടില ഫോട്ടോസൊക്കെ അവർ എടുത്തിരുന്നതായിരിക്കും. അതിന് പോയത് കുറച്ചും കൂടെ ഒരു മീഡിയം സൈസുള്ള വേറൊരു കടുവയുടെ സെക്ഷനിലാണ്. ഇതാണെങ്കിൽ കുറച്ച് ഭയങ്കര ഒരു കളിക്കണ ഒരു ടൈപ്പ് ഒരു മൂഡിലായിരുന്നു ഞാൻ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെയൊക്കെയാണ് നിന്നത്. ഇവിടെയുള്ള കടുവയിലേക്കൊന്നും ഫേസിൽ നമുക്ക് നോക്കാൻ പാടില്ല. ഫേസിലേക്ക് നോക്കാനോ പിന്നെ നമുക്ക് അതിൻ്റെ ഫേസിലൊന്നും തടവാനൊന്നും പാടില്ല. അതിൻ്റെ കുറുക്കിന് താഴെയുള്ള ഭാഗത്ത് നമുക്ക് തടവാനും വാലിൽ തൊടാനും പിന്നെ കാലിലുള്ള ആ ഒരു പാദം അതായത് അവിടെയൊക്കെ നമുക്ക് തൊടാനും നമുക്ക് ഇവിടെ അലൗഡ് ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മളിവിടെ ഈ കടുവേനൊക്കെ നമുക്ക് നേരിട്ട് കാണുകയും അതിലൂടെ ഫോട്ടോസ് എടുക്കുന്നത് അങ്ങനെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരിക്കലെങ്കിലും നമ്മളിവിടെ തായ്ലൻഡിലോ പട്ടായയിലോ വരികയാണെങ്കിൽ ഇതൊന്ന് വിസിറ്റ് ചെയ്യുക. നല്ല കിടില എക്സ്പീരിയൻസ് ആയിരിക്കും. ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് നമ്മുടെ പട്ടായയിലുള്ള ഈ ടൈഗർ പാർക്ക്. കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. അവർക്ക് ഈ ടൈഗറായിട്ടുള്ള എക്സ്പീരിയൻസ് ഒരു മറക്കാൻ പറ്റാത്തൊരു നല്ലൊരു അനുഭവം കൂടെ ആയിരിക്കും. പിന്നെ ഈ കടുവകളൊക്കെ വെള്ളത്തിൽ നിന്ന് കളിക്കുന്നതും കടുവരുന്ന ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഈ തായ്ലൻഡിൽ മാത്രമായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ ഇതേപോലെയൊക്കെ ചെന്നാൽ ബാക്കി കാര്യങ്ങൾ കടുവകൾ നോക്കിക്കോളും. നമുക്കൊന്നും ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും കാണില്ല. പക്ഷേ നമുക്കിവിടെ വിശ്വസിച്ച് നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്കപ്പോൾ ഈ ടൈഗറിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് കാണാം. ഇതൊക്കെയാണ് നമ്മുടെ പട്ടായയിലുള്ള ടൈഗർ പാർക്കിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും തായ്ലൻഡിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പട്ടായയിലുള്ള ടൈഗർ പാർക്കും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. ഒരു കിടില എക്സ്പീരിയൻസ് ആയിരിക്കും. ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല കിടില സ്പോട്ടാണ് നമ്മളെ പട്ടായയിലുള്ള ടൈഗർ പാർക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.